പാർട്ടി ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്ന ആള് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാനാണ്. അയാൾ നിങ്ങൾക്ക് അധികാരമോഹിയല്ല അല്ലേ? ഒരു പാവപ്പെട്ട ടി.കെ. ഗോവിന്ദൻ മാത്രമാണ് നിങ്ങൾക്ക് അധികാരമോഹി അല്ലേ? അല്പമെങ്കിലും നാണം വേണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. യഥാർത്ഥ അധികാരമോഹിയെ, യഥാർത്ഥ വർഗവഞ്ചകനെ നിങ്ങൾ ഒന്നുകിൽ കണ്ടില്ലെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു. ഇത്തരം ആളുകൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലാതെ പാവപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ഉയർത്തിയ പാവപ്പെട്ടവന്റെ നേരെയല്ല നിങ്ങളുടെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾ നടത്തേണ്ടതെന്ന് കൂടി നിങ്ങളെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ിലെ മികച്ച വിജയത്തിന് ശേഷം പിന്നാലെ ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഭാര്യ കെ.പി. രമണിക്കൊപ്പമാണ് സന്ദർശനം. കോടിയേരിയുടെ കുടുംബാംഗങ്ങളുമായി ഗോവിന്ദൻ കൂടിക്കാഴ്ച നടത്തി. നമ്മോടൊപ്പം ചേരുകയാണ്. ടി.കെ. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തളിപ്പറമ്പിലൊരു അട്ടിമറി വിജയം നേടിയ ആളാണ്. അദ്ദേഹം ഇപ്പോൾ കോടിയേരിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഈ സന്ദർശനം എന്താണ്? സന്ദർശനത്തിന്റെ പിന്നിലുള്ള ഒരു കാര്യം? അല്ല, ഗോവിന്ദൻ മാഷ് ഇപ്പം പാർട്ടി സഖാക്കളുടെ കുടുംബങ്ങളെല്ലാവരുമായിട്ട് പണ്ടുതൊട്ടേ ബന്ധമുള്ളതാണ്. ഇപ്പം മാഷ് അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ട സാഹചര്യം വന്നു. മാഷ് ആ നിലപാടെടുത്തു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാഷ് ഞങ്ങളെ കാണണം തോന്നി. അച്ഛനെ വന്ന് ഇത്തരത്തിൽ കാണണമെന്ന് പ്രതിമയെങ്കിലും അല്ലെങ്കിൽ മ്യൂസിയമൊക്കെ കാണണം എന്നുള്ള തോന്നലുണ്ടായി. അദ്ദേഹം വന്നു. അത്രയേ ഉള്ളൂ. അതിലൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നുമില്ല. കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പിലെ നിയുക്ത MLA ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയത്. ഇരുവരും സമകാലീനരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധവും ഊഷ്മളമായിരുന്നു. ഏതായാലും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ അദ്ദേഹത്തിന് മികച്ച സ്വീകരണമാണ് മകൻ കോടിയേരിയും ഭാര്യ വിനോദിനിയും അടക്കമുള്ള ആളുകൾ നൽകിയത്. രാഷ്ട്രീയത്തിനും അപ്പുറം വ്യക്തിപരമായിട്ടുള്ള സൗഹൃദത്തിനാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അവർ കൂടുതൽ ചർച്ചകൾ നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെയല്ല. ഇങ്ങനൊരു സന്ദർശനം പബ്ലിക് ആയതോടുകൂടി CPM-ന്റെ സൈബർ കൂട്ടങ്ങളുണ്ടല്ലോ, ഇവര് വന്നിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിക്ക് പൊങ്കാലിടാൻ തുടങ്ങി. എന്താ പ്രശ്നം? ടി.കെ. ഗോവിന്ദൻ വീട്ടിൽ വന്നപ്പോൾ അയാളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ സൈബർ കൂട്ടങ്ങൾ ടി.കെ. ഗോവിന്ദൻ വീട്ടിൽ വന്നപ്പോൾ ബിനീഷ് കോടിയേരി സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഒരാൾ വീട്ടിൽ വരുമ്പോൾ പിന്നെ എന്താണോ മുണ്ട് കൊടുക്കുകയാണോ? അതാണോ നിങ്ങളൊക്കെ ചെയ്യാറ്? അയാളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ വീട്ടിലേക്ക് വരുന്ന ഒരാള് അതിഥിയാണ്. അയാളെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അതുപോലും ഇല്ലാത്തവരാണോ നിങ്ങളൊക്കെ? ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഉടുമുണ്ട് പൊക്കി കാണിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരിൽ നിന്നും വിജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ കുറ്റപ്പെടുത്തും മുമ്പ് CPM-ന്റെ സൈബർ കടന്നൽ കൂട്ടം ആദ്യം സ്വന്തം മുഖം കണ്ണാടിയിലൊന്നും നോക്കണം. അല്ലാതെ ജനങ്ങൾ ചതിച്ചു, പ്രവർത്തകർ കാലുവാരി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വന്തം തോൽവിയെ, കനത്ത തോൽവിയെ ഒരു കാരണം കണ്ടെത്താനുള്ള ശ്രമമാണ് സത്യത്തിൽ നിങ്ങൾ ഇവിടെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ തോൽവിയുടെ കാരണം പുറത്തല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് CPM എന്ന പാർട്ടിയുടെ അകത്ത് തന്നെയാണ്. അത് തന്നെ ഒരാൾക്ക് ചുറ്റും മാത്രം പാർട്ടിയെ ചുരുക്കിയ രാഷ്ട്രീയ സംസ്കാരത്തിനകത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. ടി.കെ. ഗോവിന്ദൻ വർഗവഞ്ചകനാണ് പോലും. ഇത്തരത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന CPM സൈബർ കടന്നലുകളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വ്യക്തിപരമായിട്ട് കുറെ കാലം ജില്ലാ സെക്രട്ടറി, പിന്നീട് MLA ആയി, 3 തവണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനൊക്കെ ശേഷം 2 തവണ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുമായി. എന്തിന്? പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി പോലും കഴിഞ്ഞു. തന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ സാധ്യതയുള്ളവരെ എല്ലാം തന്നെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി. പാർട്ടിക്കകത്ത് സ്വന്തമായിട്ട് അഭിപ്രായമുള്ളവരെ പാർട്ടിയിൽ നിന്ന് ഒതുക്കി. ചിലരെ തോൽക്കുന്ന സീറ്റുകളിലേക്ക് മാറ്റി. എന്തിന്? സീറ്റ് പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യായീകരണം കൊണ്ടായിരുന്നു. തോൽക്കും എന്നുള്ള ഉറപ്പുള്ള സീറ്റിലേക്ക് ജനകീയരായ നേതാക്കളെയൊക്കെ മാറ്റി മത്സരിപ്പിച്ചു. എന്നാൽ ഇപ്പറയുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് പിണറായി വിജയനെ കുറിച്ചാണ്. പിണറായി വിജയന് സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ബോധമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന് ധർമ്മടം മതി, ബാക്കിയുള്ളവർക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ പോകണം. എങ്ങനെയുണ്ട് ഐഡിയ? മനസ്സിലായില്ലേ ഇതിന്റെ തന്ത്രം എങ്ങനെ കിടക്കുന്നത്? അങ്ങനെ പാർട്ടിക്കുള്ളിലെ സ്വതന്ത്ര ശബ്ദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി. ഏറ്റവും ഒടുവിൽ CPM എന്ന സ്വതന്ത്ര പ്രസ്ഥാനം ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഗതികെട്ട രീതിയിലാക്കി. ഇങ്ങനെ അവസ്ഥയിൽ ഈ പാർട്ടിയെ എത്തിച്ച ആളെ ഒന്നും വിമർശിക്കാതെ, പാർട്ടിയെ കുടുംബവൽക്കരിക്കാൻ നോക്കിയ പാർട്ടി ജനറൽ സെക്രട്ടറി MV ഗോവിന്ദനെ വിമർശിക്കാതെ, ഇതിലൊക്കെ പ്രതിഷേധിച്ച് സ്വതന്ത്രനായി മത്സരിച്ച ഒരു മുൻ സഖാവാണത്രേ ഇവർക്ക് വർഗവഞ്ചകൻ. നാണം വേണം, മാനം വേണം ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. നേതാവിന്റെ അടിമ ആയിക്കോ, അതിന് വിരോധമില്ല. അടിമയ്ക്കുമേൽ അടിമയാവാതെ നാണം കെടാതെ ജീവിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത്തരം കടന്നൽ കൂട്ടങ്ങൾ പഠിക്കണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഇപ്പൊ എന്താണ് CPM-ന്റെ അവസ്ഥ? ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നേരിട്ടിട്ടുണ്ട്. ഈ തോൽവിക്ക് കാരണം ആരാണ് എന്ന്
അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പക്ഷെ ഇപ്പോഴും പാർട്ടിക്കകത്ത് പിണറായി വിജയനാണ് ഈ തോൽവിക്കൊക്കെ കാരണം എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. എന്തിനാണ് ഇവര് ഭയക്കുന്നത്? തോൽവിയുടെ കാരണം പിണറായി വിജയൻ, മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളാണെന്ന് പറയാൻ പോലും ആ പാർട്ടിക്കകത്ത് ഇന്നൊരാളില്ല. ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും, എല്ലാ പാർട്ടിക്കാരും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നവരും, പാർട്ടി ഇല്ലാത്തവർക്ക് പോലും അറിയാം ഇത്തരം ഒരു കനത്ത തോൽവിക്ക് കാരണം പിണറായി വിജയനാണെന്ന്, അയാളുടെ അധികാരമോഹമാണെന്ന്. എന്നാൽ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് അത്തരത്തിലൊരു ശബ്ദമേ ഉണ്ടായിട്ടില്ല. എത്രത്തോളം ഈ പാർട്ടിയിലെ നേതാക്കളും അണികളും അടിമകളായി കഴിഞ്ഞു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കേ. അവർക്കിടയിൽ നിന്ന് പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയ ആളാണ് ടി കെ ഗോവിന്ദൻ. അദ്ദേഹം ഇവർക്ക് വർഗവഞ്ചകനാണത്രേ. നാണമുണ്ടോ, മാനമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് CPM സൈബർ കടന്നലുകളെ? 80 വയസ്സിന് മുകളിലായ ഒരു മനുഷ്യന്റെ മുന്നിൽ ഭയത്തോടെ നിൽക്കുന്ന ഗതികെട്ട പ്രവർത്തകർ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ CPM മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് അവിടെ തുടരുന്നത് എന്നാണ് എനിക്ക് CPMന്റെ സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഒരു കാലത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിമർശന സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടിയ പ്രസ്ഥാനമാണ് CPM. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. എതിർ ശബ്ദങ്ങളെ കേൾക്കാൻ തയ്യാറാവാത്ത ഒരു നേതൃത്വമാണ് ഇന്ന് CPMനുള്ളത്. ആ നേതൃത്വത്തെയാണെങ്കിലോ പാർട്ടികളോ അണികളോ നേതാക്കളോ അനുഭാവികളോ ചോദ്യം ചെയ്യാൻ പോലും ഭയം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുള്ള അവസ്ഥ എന്നത്. ഇത്ര വലിയൊരു ദുരന്തം പിടിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാകുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ഈ പിണറായി വിജയൻ മന്ത്രിയായ അന്ന് മുതൽ ജനങ്ങളോട് സംസാരിക്കുന്ന ഭാഷയും മാധ്യമങ്ങളോടുള്ള സമീപനവും വിമർശകരെ കാണുന്ന രീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എത്തരത്തിലായിരുന്നു എന്നുള്ളത്. ഒരു ജനാധിപത്യ നേതാവിനും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന നേതാവിന് വേണ്ടത് ആളുകളോട് സൗമ്യതയാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇയാളുടെ പൊളിറ്റിക്കൽ കരിയറിൽ ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ഞാൻ കണ്ടത് പലപ്പോഴും അദ്ദേഹത്തിൽ ഒരു രാഷ്ട്രീയ അധികാര രാഷ്ട്രീയത്തിന്റെ ധാർഷ്ട്യമാണ്. പക്ഷെ ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറെങ്കിലും അന്നത്തെ കാലത്തും പാർട്ടിക്കുള്ളിൽ ഇതിനെ തിരുത്താനോ ഇതിനെ മനസ്സിലാക്കി കൊടുക്കാനോ ആളുകളില്ല. അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങളൊക്കെ പറയാൻ ആളുകൾക്ക് പേടിയാണ്. കാരണം അപ്പോഴേക്കും ഈ പാർട്ടിക്കകത്ത് അത്തരമൊരു സംസ്കാരം കോൺക്രീറ്റ് ചെയ്യപ്പെട്ടു. എന്താണ് സംസ്കാരം? ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, മിണ്ടാതിരുന്നോണം എന്നുള്ള സംസ്കാരം. ആ സംസ്കാരം തന്നെയാണ് ഇന്ന് CPMനെ ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിൽ എത്തിച്ചത്. ഇന്ന് പല CPM പ്രവർത്തകരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ പറയുക നിങ്ങള്, നമുക്ക് ഏതായാലും ഇത്ര വലിയൊരു തോൽവിണ്ടായി, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മൾ ആശയത്തിനൊപ്പം നടന്നിട്ടാണോ അതോ ഒരാളെ ഭയന്നിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം എല്ലാ CPM പ്രവർത്തകരുടെ ഉള്ളിലുമുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ വിമർശനവും ആത്മപരിശോധനയിലൂടെയും അതിജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ലോകത്തെ എല്ലായിടത്തും അതിന്റെ ആശയപരമായ മൂല്യങ്ങളെ കൊണ്ട് ഈ പാർട്ടി അങ്ങനെ തന്നെയാണ്. അതിന്റെ മറ്റൊരു പ്രത്യേകത, പാർട്ടിക്ക് മുകളിലായി ഒരു നേതാവ് ഉണ്ടാവരുത്, എല്ലാ നേതാക്കൾക്കും ഉപരിയാണ് പാർട്ടി എന്നുള്ളൊരു തത്വമാണ്. പാർട്ടിക്ക് മുകളിലായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജനങ്ങളായിരിക്കണം എന്നുമാണ് ഈ ഒരു തത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? കേരളത്തിലടക്കം ഒരു വ്യക്തിയെ വിമർശിക്കുന്നത് പലപ്പോഴും പാർട്ടിയെ തന്നെ വിമർശിക്കുന്ന പോലെയാണ് പാർട്ടി അണികൾ പോലും കാണുക. ഒരു നേതാവിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിമർശിച്ചാൽ അവനെ ശത്രുവായിട്ട് പിന്നെ ഇവർ കാണുള്ളൂ. ഇത് തന്നെയാണ് CPMന്റെ നിലവിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരാജയം. പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ആരാണ് തോറ്റത് നിങ്ങൾ അറിയോ? പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മാത്രമല്ല, നിങ്ങളുടെ പാർട്ടിക്കകത്തെ ഈ അഹങ്കാരത്തിനെയും ധാർഷ്ട്യത്തെയുമാണ് ആ ജനങ്ങൾ തോൽപ്പിച്ചത്. ചോദ്യം ചെയ്യാൻ പോലും പാടില്ലാത്ത നിങ്ങളുടെ നേതൃത്വത്തെയാണ് പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും വിശിഷ്യ കേരളത്തിലെ എല്ലാ സ്ഥലത്തെയും ജനങ്ങൾ തോൽപ്പിച്ചത്. ജനങ്ങൾക്ക് മുകളിലാണ് പാർട്ടിയെന്നും പാർട്ടിക്ക് മുകളിലാണ് നേതാവുമെന്നുള്ള നിങ്ങളുടെ ഈ അടിമത്ത മനോഭാവം ഉണ്ടല്ലോ, അതിനെയാണ് കേരളത്തിലെ ജനങ്ങൾ തോൽപ്പിച്ചത്. ഇതിനെ നിങ്ങൾക്ക് വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തടി ഊരാൻ നോക്കണ്ട എന്ന് നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാരുടെ അധികാരമോഹം കൊണ്ടും അഹങ്കാരം കൊണ്ടും കിട്ടിയ കേരളത്തിൽ ജനങ്ങൾ ചെകിടത്ത് തന്ന അടിയാണ് ഈ തോൽവി. വർഗവഞ്ചകൻ എന്ന് ഇത്തരം എതിർ ശബ്ദങ്ങളെ നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥ വർഗവഞ്ചകനെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ അധികാരത്തിന്റെ സുരക്ഷിത മതിലുകൾക്കുള്ളിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതല്ലേ വഞ്ചന? CPM പോലെ ഒരു പാർട്ടിയെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കിയതല്ലേ വഞ്ചന? വിമർശകരെ ചോദ്യം ചെയ്യുന്നവരെ ശത്രുക്കളായി കണ്ടതല്ലേ വഞ്ചന? അങ്ങനെയല്ലേ TK ഗോവിന്ദൻ നിങ്ങൾക്ക് വർഗവഞ്ചകനായത്? ഞാനും എന്റെ ഭാര്യയും തട്ടാനും മാത്രം മതി ഈ ലോകത്ത് എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് കാരണമല്ലേ TK ഗോവിന്ദൻ എന്ന ഒരു പ്രതിഷേധ സ്വരം ഇവിടെ ഉയർന്നത്? അതല്ലേ ആ പ്രതിഷേധ സ്വരത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ തോന്നുന്നത്? അല്പമെങ്കിലും നാണമുണ്ടോ? ജനങ്ങൾ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടും അഹങ്കാരത്തോടെ മുന്നോട്ട് പോയതും ഒരു വഞ്ചനയല്ലേ?
അതൊന്നും നിങ്ങൾക്ക് വഞ്ചനയായി തോന്നിയിട്ടേ ഇല്ലേ? ഒരു സഹപ്രവർത്തകന്റെ മരിച്ചുപോയ ഒരു സഹപ്രവർത്തകന്റെ വീട് സന്ദർശിച്ച് അയാളെ മാന്യമായി സ്വീകരിച്ചതാണോ നിങ്ങൾക്ക് വഞ്ചനയായി തോന്നിയത്? അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേടുകൾ നിങ്ങൾ ഈ ഓൺലൈനിൽ വന്ന് പറയുമായിരുന്നു. പാർട്ടി അണികളായിക്കോളൂ, ഒരിക്കലും നേതാവിന്റെ അടിമയാകരുത്. ഇത്രയും തരം താന്നൊരു അടിമ ഒരിക്കലും ആവരുത് എന്നാണ് ഇത്തരം കടുന്നൽ കൂട്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലവും 2 തവണ മുഖ്യമന്ത്രിയുമായിരുന്ന ആള് ഇപ്പോൾ ശ്രമിക്കുന്നത് പ്രതിപക്ഷ നേതാവാനാണ്. അയാൾ നിങ്ങൾക്ക് അധികാരമോഹിയല്ല അല്ലെ? ഒരു പാവപ്പെട്ട ടി.കെ. ഗോവിന്ദൻ മാത്രമാണ് നിങ്ങൾക്ക് അധികാരമോഹി അല്ലെ? അല്പമെങ്കിലും നാണം വേണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്. യഥാർത്ഥ അധികാരമോഹിയെ, യഥാർത്ഥ വർഗവഞ്ചകനെ നിങ്ങൾ ഒന്നുകിൽ കണ്ടില്ലെന്ന് നടക്കുന്നു, അല്ലെങ്കിൽ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നു. ഇത്തരം ആളുകൾക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലാതെ പാവപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ഉയർത്തിയ പാവപ്പെട്ടവന്റെ നേരെയല്ല നിങ്ങളുടെ ഇത്തരം അശ്ലീല പ്രയോഗങ്ങൾ നടത്തേണ്ടതെന്നുകൂടി നിങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ CPM-ന്റെ നിലവിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണോ? അത് പ്രതിപക്ഷമായി കൊണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നല്ല. ആ പാർട്ടിക്കുള്ളിൽ ആളുകൾക്ക് സംസാരിക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം സമൂഹത്തിന്റെ ഒരു കാര്യം തുറന്നു പറയാൻ പോലും ആ പാർട്ടിയിലെ ഓരോ നേതാക്കന്മാർക്കും അണികൾക്കും പേടിയാണ്. എന്തിനാണ് ഇവര് ഇങ്ങനെ പേടിച്ച് ഭയന്ന് നേതാവും അണികളായി നിൽക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെയുണ്ട് ഒരു ഗതികെട്ട പാർട്ടി, ഇങ്ങനെയുണ്ട് ഒരു ഗതികെട്ട നേതാക്കൾ, ഇങ്ങനെയുണ്ട് ഗതികെട്ട അണികൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ എത്ര തന്നെ ചരിത്രം പറഞ്ഞാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകക്കാമ്പ് ഇതിനോടകം തന്നെ ചീഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാസ്തവം നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോ. ഈ പറഞ്ഞവരൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽ അവസാനത്തെ ആണി മടിച്ചിട്ട് ഇക്കൊല്ലത്തിലാണെങ്കിൽ അവർ മടങ്ങൂ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? അല്ലാതെ പ്രതിഷേധ സ്വയമൂർത്തിയ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വർഗവഞ്ചകരെന്നും അത്തരം കുലംകുത്തികളും ഒന്ന് ആക്ഷേപിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ വർഗവഞ്ചകർ, യഥാർത്ഥ കുലംകുത്തികൾ നിങ്ങളുടെ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിങ്ങളുടെ തലയുടെ മേലെയുണ്ട്. അവരെ കണ്ടെത്തി അവരെ പിടികൂടി ഈ പാർട്ടിയിൽ നിന്ന് തുടച്ചു നീക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പാർട്ടിക്ക് ഇനി സമൂഹത്തിൽ ഒരു നിലനിൽപ്പ് പോലും ഉള്ളൂ എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിപ്പോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവர்கள் ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന് പ്രത്യേകിച്ച് പറയുന്നു.